എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ DLEDൻ്റെ വിഷയങ്ങളെക്കുറിച്ചിട്ടാണ്. എല്ലാവർക്കും അറിയാം, DLEDന് 10 വിഷയങ്ങളാണുള്ളത്. ആദ്യത്തെ വിഷയം സൈക്കോളജിയാണ്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രം. നമുക്ക് പഠിക്കാനുള്ളത് വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് വികാസഘട്ടങ്ങളാണ്. അതായത് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഘട്ടങ്ങളിലൂടെയൊക്കെ സവിശേഷതകൾ പഠിക്കാനുണ്ട്. ഇതിൽ കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ബാല്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ കൗമാരത്തെക്കുറിച്ചുമാണ്. ഇതുകൂടാതെ വികാസ മേഖലകളായ ശാരീരിക വികാസം, വൈകാരിക വികാസം, സാമൂഹിക വികാസം, അങ്ങനെയുള്ള വികാസം, അതായത് ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ പിന്നെ പഠനത്തെക്കുറിച്ചുള്ള തിയറീസ് പഠിക്കാനുണ്ട്. എങ്ങനെ പഠിപ്പിക്കാം, പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ടുള്ള ശ്രദ്ധ, ഓർമ്മ, മറവി, പഠന വൈകല്യം, താല്പര്യം എന്നിങ്ങനെയുള്ള കാര്യങ്ങളും സൈക്കോളജിയിൽ നമുക്ക് പഠിക്കാനുണ്ടാവും. DLEDൽ നമുക്ക് പഠിക്കാനുള്ള മറ്റു വിഷയങ്ങളെക്കാളും കുറച്ച് ബുദ്ധിമുട്ടുള്ളത്, താരതമ്യേന ബുദ്ധിമുട്ടാണ് സൈക്കോളജി. പക്ഷെ കൃത്യമായി പഠിച്ചാൽ നമുക്ക് മികച്ച മാർക്ക് വാങ്ങാൻ സാധിക്കും. രണ്ടാമത്തെ വിഷയം ഫിലോസഫിയാണ്, അതായത് തത്വശാസ്ത്രം. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇന്ത്യയിലെ വിദ്യാഭ്യാസം, അതായത് വേദകാല വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ബ്രിട്ടീഷ് കാല വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അതുപോലെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ, കോത്താരി കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, അങ്ങനെയുള്ള കുറേ കമ്മീഷനുകൾ, പിന്നെ കേരളത്തിലെ വിദ്യാഭ്യാസം, അതിൻ്റെ ചരിത്രം, പിന്നെ വിദ്യാഭ്യാസ ദർശനങ്ങൾ, പിന്നെ മഹാത്മാഗാന്ധി, പ്ലേറ്റോ, വിവേകാനന്ദൻ, അങ്ങനെയുള്ള പ്രമുഖ വ്യക്തികൾ പറയുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ, പിന്നെ അധ്യാപക വിദ്യാഭ്യാസത്തെക്കുറിച്ച്, കരിക്കുലം, പാഠ്യപദ്ധതി എന്താണ് വിദ്യാഭ്യാസം, വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങൾ, അധ്യാപന നൈപുണികൾ, പഠനരീതികൾ, പഠനതന്ത്രം എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റ്, അസൈൻമെൻറ്റ്, സെമിനാർ, ഇതൊക്കെയാണ് പഠനതന്ത്രം. അതുപോലെ തന്നെ വിലയിരുത്തൽ മാർഗങ്ങൾ, എങ്ങനെയൊക്കെയാണ് നമുക്ക് വിദ്യാർത്ഥികളെ വിലയിരുത്താൻ കഴിയുക, എങ്ങനെ വിലയിരുത്തണം, ഇതൊക്കെയാണ് നമുക്ക് ഫിലോസഫിയിൽ പഠിക്കാനുള്ളത്. സൈക്കോളജീനെ നോക്കുമ്പോൾ ഫിലോസഫി താരതമ്യേന ഈസിയാണ് പഠിക്കാൻ. അടുത്ത വിഷയം മലയാളമാണ്. ഭാഷാ പഠനം, എന്താണ് ഭാഷ, അതുപോലെ എങ്ങനെയാണ് നമുക്ക് ഭാഷ പഠിപ്പിക്കാൻ കഴിയുക, കുട്ടികളുടെ സാഹിത്യം, അതായത് ബാലസാഹിത്യം എന്താണ്, കവിത, കഥ, നോവൽ, ആത്മകഥ, ഇതെല്ലാം നമുക്ക് പഠിക്കാനുണ്ടാവും. അതുപോലെ തന്നെ മലയാള ഭാഷയുടെ സവിശേഷതകൾ എന്താണ്, അതുപോലെ തന്നെ മലയാളം പഠിപ്പിക്കുമ്പോൾ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം എങ്ങനെയാണ്, നമുക്ക് സാങ്കേതിക വിദ്യ, കമ്പ്യൂട്ടറൊക്കെ ഉപയോഗിച്ച് നമുക്ക് മലയാളം പഠിപ്പിക്കാൻ സാധിക്കും, ICT റിലേറ്റഡ് ആയിട്ട്. അതൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ പഠിക്കുന്നത്. ഇനി അടുത്ത വിഷയം എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൻ്റെ പ്രാധാന്യം, ഇംഗ്ലീഷ് ലാംഗ്വേജ് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം, എങ്ങനെയാണ് ഇംഗ്ലീഷ് നമ്മൾ കുട്ടികളിലേക്ക് പഠിപ്പിക്കേണ്ടത്, അതുപോലെ തന്നെ ഗ്രാമർ കുറച്ച് പഠിക്കാനുണ്ട്. പോയംസും പ്രോസും ഒക്കെ എങ്ങനെയാണ് പഠിപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് കവിത, ഗദ്യം, ഇങ്ങനെയാണ് ഇംഗ്ലീഷ് നമുക്ക് കുട്ടികളിലേക്ക് പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്, കുട്ടികളുടെ പ്രോഗ്രസ് എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഇംഗ്ലീഷിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത വിഷയം ഗണിതമാണ്. കണക്ക് എല്ലാവർക്കും പേടിയുള്ളൊരു സബ്ജക്റ്റാണ്. പക്ഷെ നമ്മുടെ DLEDൻ്റെ കണക്ക് അത്ര ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് ഗണിതശാസ്ത്രത്തിൻ്റെ സവിശേഷത, അതുപോലെ തന്നെ ഗണിതശാസ്ത്രത്തിൻ്റെ ചരിത്രം, അതായത് ഡെവലപ്മെൻറ്റ്സ്, എങ്ങനെയാണ് ഗണിതശാസ്ത്രം ഡെവലപ്പ് ചെയ്തത്, അതിനെക്കുറിച്ച് പഠിക്കാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഗണിതം കുട്ടികളിലേക്ക് പഠിപ്പിക്കേണ്ടത്, അതിൻ്റെ തിയറീസ് കുറച്ച് പഠിക്കാനുണ്ട്. പിന്നെ അതുപോലെ അങ്കഗണിതം, ബീജഗണിതം, ജ്യാമിതി, ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അല്ലാതെ +1 +2ൻ്റെ സൈന്, കോസ്, ത്രികോണമിതി, ട്രിഗ്നോമെട്രി, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനുള്ള, ഒരു 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഗണിതം മാത്രമേ ഇതിലുള്ളൂ. അതായത് നമുക്ക് പഠിപ്പിക്കേണ്ടി വരിക UP ക്ലാസ് വരെയാണ്. അപ്പോൾ UP ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ കണക്കുകൾ, ശരാശരി, ഗുണിക്കുക, കൂട്ടൽ, അങ്ങനത്തെ കാര്യങ്ങൾ, പലിശ കാണുക, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് ഗണിതത്തിൽ പഠിക്കാനുള്ളത്. അതുപോലെ തന്നെ ജോമെട്രിയിലുള്ള ഷേപ്പുകൾ, അതിൻ്റെ വോളിയം അങ്ങനെ കണ്ടെത്തുക, അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമുക്ക് മാത്സിൽ വരാറുള്ളത്. അടുത്ത വിഷയം സയൻസാണ്. ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിക്ക് സയൻസ് ബുദ്ധിമുട്ടാവുമോ എന്നുള്ള സംശയം ഉണ്ടായിരിക്കും. സയൻസ് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൽ നമുക്ക് പഠിക്കാനുള്ളത് മെയിനായിട്ട് പാഠപുസ്തക വിശകലനം തന്നെയാണ്. അതായത് 1 മുതൽ 10 വരെ അല്ലെങ്കിൽ ഒരു UP ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങൾ, അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ നമുക്ക് ഉണ്ടായാൽ മതി.
സിമ്പിളായിട്ട് നമുക്ക് പരീക്ഷ പാസ്സാവാം. അടുത്ത വിഷയം നമുക്ക് പഠിക്കാനുള്ളത് വിവര സാങ്കേതിക വിദ്യ, അതായത് ICT ആണ്. അത് നമ്മൾ 10ാം ക്ലാസ്സിൽ നമുക്ക് ICTയുടെ പ്രാക്ടിക്കൽ പരീക്ഷ ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെയാണ് ഏകദേശം നമുക്ക് ICT ഉപയോഗിച്ച് എങ്ങനെയാണ് ക്ലാസ് എടുക്കുക എന്നാണ് ICTയിലുള്ള പഠിക്കാനുള്ളത്. ഇതിൽ നമുക്ക് പ്രാക്ടിക്കൽ പരീക്ഷയാണ് ഉണ്ടാവുക. ഇത് നമ്മൾ എഡ്യൂക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ജിംബ്, കാൽക്കുലി, ഓപ്പൺ ഷോട്ട്, വീഡിയോ എഡിറ്റർ എന്നിങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടുന്നു. അതുപോലെ തന്നെ ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് പോസ്റ്റർ തയ്യാറാക്കുക, അതുപോലെ കുട്ടികളുടെ മാർക്ക് എൻ്റർ ചെയ്യുക, അതുപോലെ മലയാളം ടൈപ്പിംഗ്, ഇതൊക്കെയാണ് ഈ പരീക്ഷയ്ക്ക് നമുക്ക് ചോദ്യം ഉണ്ടാവുക. നിങ്ങൾക്ക് കമ്പ്യൂട്ടറിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല എന്ന് കരുതി ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് DLED ഈ കോഴ്സിൽ നമുക്കിത് പഠിപ്പിച്ചു തരും. എന്തൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത്, ആ ചോദ്യങ്ങൾ തന്നെയാണ് നമുക്ക് ചെയ്യാനുണ്ടാവുക. അതുകൊണ്ട് സിമ്പിളായിട്ട് തന്നെ നമുക്ക് പാസ്സാവാൻ സാധിക്കും. അടുത്ത വിഷയം നമുക്ക് പറയാനുള്ളത് കല, അതുപോലെ തന്നെ പ്രവൃത്തി വിദ്യാഭ്യാസം. കല എന്ന് പറയുമ്പോൾ ആർട്സ്, പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വർക്ക് എഡ്യൂക്കേഷൻ. ഇത് രണ്ടും നമുക്കുണ്ട്. ഇതിൻ്റെ എക്സാം നമുക്ക് നടത്തലുണ്ട്. ഈ പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ളത് കലയുടെ പ്രാധാന്യം, എങ്ങനെ നമുക്ക് കല അധ്യാപനത്തിൽ ഉൾപ്പെടുത്താം. ഇതിൻ്റെ പരീക്ഷയ്ക്ക് നമുക്ക് സംഗീതം, നൃത്തങ്ങൾ, നാടകം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാറ്. അത് നമ്മുടെ പാഠപുസ്തകത്തിലുണ്ടായിരിക്കും. നമ്മളുടെ DLEDൻ്റെ കോഴ്സ് ബുക്ക് ഉണ്ട്. അതിൽ തന്നെ സംഗീതത്തെക്കുറിച്ചും നൃത്തത്തെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും സിനിമയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കുക. അടുത്തതാണ് പ്രവൃത്തി വിദ്യാഭ്യാസം. പ്രവൃത്തി വിദ്യാഭ്യാസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് വർക്ക് എക്സ്പീരിയൻസ് ആണ്. അതിൽ അധ്വാനത്തിൻ്റെ മാഹാത്മ്യം, അതുപോലെ തന്നെ പ്രവൃത്തി വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമൊക്കെയാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. പ്രവൃത്തി വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പേപ്പർ പെൻ മേക്കിംഗ്, മാസ്ക് ഉണ്ടാക്കൽ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത വിഷയം എന്ന് പറയുന്നത് ആരോഗ്യ കായിക വിദ്യാഭ്യാസം, അതായത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. ഇതിൽ നമുക്ക് കായിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, നല്ല ആഹാരശീലങ്ങൾ എന്തൊക്കെയാണ്, നല്ല ആരോഗ്യശീലങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ നമുക്ക് മികച്ച ആരോഗ്യശീലങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും, യോഗയുടെ പ്രാധാന്യം, പ്രഥമ ശുശ്രൂഷ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്തൊരു പേപ്പറാണ് ആരോഗ്യ കായിക വിദ്യാഭ്യാസം. അടുത്ത് നമ്മൾ പറയാനുള്ളത് സോഷ്യൽ സയൻസ് ആണ്. സാമൂഹ്യശാസ്ത്രത്തിൽ നമുക്ക് സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പ്രസക്തി, അതുപോലെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ വ്യാപ്തി, അതായത് അതിൻ്റെ ശാഖകളായിട്ടുള്ള ഭൂമിശാസ്ത്രം, ചരിത്രം, സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രതന്ത്രം, സമൂഹശാസ്ത്രം എന്നിവയെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. ഇതുകൂടാതെ പാഠപുസ്തക വിശകലനത്തെക്കുറിച്ചും പറയുന്നുണ്ട്. പാഠപുസ്തക വിശകലനം എന്ന് പറഞ്ഞാൽ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സാമൂഹ്യശാസ്ത്രം ടെക്സ്റ്റ് ബുക്കിൻ്റെ വിശകലനമാണ്. 1 മുതൽ 7 വരെയുള്ള സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പുസ്തകത്തിൽ ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മളുടെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ DLEDന് പഠിക്കാനുള്ള 10 വിഷയങ്ങളെക്കുറിച്ചും എല്ലാവർക്കും ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി.